ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പാവം കുട്ടി കേക്ക് കൊണ്ട് ഇതാണ് ഗൈസ് കേക്ക്. അതെ ഗൈസ്, ഇന്നായിരുന്നു ആ സുദിനം, April 17. ഇന്ന് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ട്രെയിനിങ്ങിന് പോകണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് 3 പേര് കേക്കും കൊണ്ട് വന്നിരിക്കുന്നത്. സന്തോഷമായി എനിക്ക്. ഞാൻ എങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ തിന്നു. ഇനി ആർക്ക് ആദ്യം കൊടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ തിന്നു. പിന്നെ ഞങ്ങൾ ആ കേക്കിന് അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ട്രെയിനിങ്ങിന് ഓഫീസിൽ പോയപ്പോൾ അവിടെ എനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. 2 കേക്ക്, എന്തോസ്റ്റോക്കേസ് എഴുതി രഞ്ജുന്ന് എഴുതി 2 കേക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എപ്പോഴും ഞാൻ നാട്ടിലായിരിക്കും എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവും, ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. റൂമിലിരുന്നപ്പോൾ ഞാനിങ്ങനെ കേക്കൊന്നും മുറിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. അതാണ് സർപ്രൈസ് ആയത് പ്രധാന കാരണം. പിന്നെ എല്ലാവർക്കും എന്നോട് ഇത്രയും സ്നേഹമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി ഗൈസ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഇതാണ് ഞങ്ങളുടെ ട്രെയിനർ. അപ്പോൾ ട്രെയിനർക്ക് കൊടുത്തു. അങ്ങനെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു, എക്സാം പാസ്സായി. ആ സന്തോഷത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇവരൊക്കെയായിരുന്നു എൻ്റെ കൂടെ ട്രെയിനിങ് ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ്റെ പലവിധ ഐറ്റങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ പേരൊന്നും എനിക്ക് അറിയത്തില്ല എന്താന്ന്. ആദ്യം ഓലൻ വന്നു, പിന്നെ കാളൻ വന്നു എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ടേബിളിൽ വന്ന് വരുന്നുണ്ട്. വരുന്നതൊക്കെ അപ്പം തീരുന്നുമുണ്ട്. എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചൊക്കെ കഴിച്ച് പിന്നെ വയറ് നിറഞ്ഞ് കുറച്ച് ബില്ലിക്കും കൊടുത്ത്, ബില്ലിനെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പാർസൽ ഉണ്ടായിരുന്നു പേർപ്പിളിന്. റൂമിലെത്തി പാർസൽ പൊട്ടിച്ച് നോക്കാണ്ട് ഒരു സമാധാനമില്ല. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് എന്താണെന്നൊക്കെ നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു, ബൈ ഗൈസ്, ലവ് യു മാ.